വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള V50 ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ വേരിയൻ്റ് അല്ല, ഗ്ലോബൽ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യനും ഗ്ലോബലും തമ്മിൽ 2-3 ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എനിവേ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് CPU കേസ് ലഭിക്കുന്നുണ്ട്. വിവോയുടെ 90 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് അഡാപ്റ്റർ, Type A to Type C ചാർജിങ് കേബിൾ. എനിവേ 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത് ഖത്തറിൽ. നമ്മുടെ കയ്യിലുള്ളത് അങ്കോറ റെഡ് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ സാറ്റിൻ ബ്ലാക്കിലും അവൈലബിൾ ആണ്. മറ്റു ചില രാജ്യങ്ങളിൽ സ്റ്റാറി ബ്ലൂവിലും മിസ്റ്റ് പേർപ്പിളിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് പാനലിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് ബാക്ക് പാനലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബോഡി ഫ്രെയിം വരുന്ന പ്ലാസ്റ്റിക് ആണ്, ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി സ്ലിപ്പറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കേസ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിവേ ക്യാമറ റിങ്ങിനുള്ളിലായിട്ട് ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴ്വശത്തായിട്ട് നമുക്കൊരു ഓറ ലൈറ്റും കാണാൻ സാധിക്കുന്നതാണ്. 7.6 mm ആണ് ബോഡി തിക്നെസ്. 189 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. എനിവേ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബ്രോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സെക്കൻഡറി സ്പീക്കർ ഗ്രില്ലും. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രീ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് നമുക്കൊരു ചെറുതായിട്ടൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ IP68 and 69 റേറ്റഡോടുകൂടിയുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.77 ഇഞ്ചിന്റെ MOLED ഡിസ്പ്ലേ ആണ്. കോഡ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 4 സൈഡിലും കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പക്ഷേ ഒരു 3D കേർവ്ഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കേർവ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ചെറുതായിട്ടുള്ളൊരു കേർവ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റൽ ടച്ചസും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫുൾ HD+ ആണ്. റെസൊല്യൂഷന് 120 Hz ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 388 പിക്സൽ പെർ ഇഞ്ച് ആണ്. ഇതിൻ്റെ ഡെൻസിറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ 1300 nits ആണ് ഇതിൻ്റെ മാനുവൽ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എങ്കിൽ 4500 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ ഇതിൽ സപ്പോർട്ടാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രോസസറിന്റെ കാര്യത്തിൽ വിവോ ഹാട്രിക് അടിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. വിവോ V50 ഉപയോഗിച്ചിരിക്കുന്നത് Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന 5G പ്രോസസറാണ് വരുന്നത്. ഈ ഒരു സെയിം പ്രോസസ്സർ തന്നെയാണ് V30-ലും V40-ലും യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.63 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 720 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU പെർഫോമൻസ് സൈഡ് പറയാനാണെങ്കിൽ V30, V40 ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ V50-ലും പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു അപ്ഗ്രേഡ് വരുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB, 12GB റാമിൽ 512GB, LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നെങ്കിൽ. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 2.2 ആണ്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ആദ്യത്തെ ഇന്ത്യൻ വേരിയൻറ്റും ഗ്ലോബൽ വേരിയൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യൻ വേരിയൻറ്റിൽ 2 ഫിസിക്കൽ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഗ്ലോബൽ വേരിയൻറ്റിൽ 2 നാനോ സിം കാർഡ് പ്ലസ് ഈ സിം കാർഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ വേരിയൻറ്റിൽ 9ഓളം 5G ബാൻഡാണ് സപ്പോർട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കയ്യിലുള്ള ഗ്ലോബൽ വേരിയൻറ്റിൽ 15ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ വേരിയൻറ്റിൽ NFC സപ്പോർട്ടാണ്. ഇന്ത്യൻ വേരിയൻറ്റിൽ ഒഫീഷ്യൽ സൈറ്റിലും കാര്യങ്ങളൊന്നും NFC കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ ഇന്ത്യൻ വേരിയൻ്റ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ NFC ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യൻ വേരിയൻറ്റും ഗ്ലോബൽ വേരിയൻറ്റിലും തമ്മിൽ. ആൻഡ്രോയിഡ് 15-ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഫൺ ടച്ച് OS വരുന്നത് 15 തന്നെയാണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റാണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിരലിലെല്ലാവുന്ന തരത്തിലുള്ള ബ്ലോട്ടേഴ്സും അതുപോലെ തന്നെ ആപ്പ് സജഷൻസ്, ഗെയിം സജഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ എടുത്ത് പറയേണ്ട ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മിക്ക സ്മാർട്ട് ഫോണും കണ്ടുവരുന്ന
ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് AI എറേസ്, അതായത് നമ്മുടെ ഫോട്ടോസിലുള്ള അൺവാണ്ടഡ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പീപ്പിൾസിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാവുന്ന ഓപ്ഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ്, ട്രാൻസ്ക്രൈബ്, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ സൈഡിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. താരതമ്യേന സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടിയും 6000 mAh എന്ന് പറയുന്ന ഹ്യൂജ് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിലിക്കൺ കാർബൺ ബാറ്ററി ആയതുകൊണ്ടാണ് ഈ ഒരു സ്ലിമ്മിൽ ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉൾപ്പെടുത്താൻ സാധിച്ചത്. 90 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. എനിവേ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിനടുത്തും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, പക്ഷേ സൂപ്പർ ലൗഡി എന്ന് പറയാൻ സാധിക്കില്ല. ഓവറോൾ ഒരു ഡീസന്റ് സ്പീക്കർ ക്വാളിറ്റി എന്ന് പറയാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടും നമുക്ക് ഇതിൽ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 2D ഫേസ് ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റിൽ നമുക്ക് ഇതിൽ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചത്. ഏകദേശം 45 മിനിറ്റിനടുത്ത് ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് അത്രയും സമയം ഗെയിം കളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെറുതായിട്ട് വാമാവുന്നൊരു ഫീൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കില്ലെങ്കിലും ഒരു നിരാശപ്പെടുത്താത്ത ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് തീർച്ചയായിട്ടും ക്യാമറ തന്നെയാണ്. റിയർ ക്യാമറ 2 ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ Vivo V50 ഉൾപ്പെടുത്തിയ പോലെ തന്നെ ഇത്തവണയും സേസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളതും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് റിയർ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ, റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ കിഡിലൻ തന്നെ പറയാൻ സാധിക്കുള്ളൂ. മിക്ക സമയത്തെ ഫോട്ടോസ് സൂപ്പർവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിവേ, മെയിൻ ലെൻസിലെടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ, എസ്പെഷ്യലി ഡയലൈറ്റിലെടുത്തിരിക്കുന്ന ഫോട്ടോസിനൊക്കെ പറയാനാണെങ്കിൽ മിക്ക സമയത്ത് നല്ല ഗംഭീരമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സയസിൻ്റെ ആ ഒരു നാച്ചുറൽ മോഡിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ഫോട്ടോസും നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സിലാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ഓറ ലൈറ്റ് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഈ ഒരു ഓറ ലൈറ്റ് ഉപയോഗിച്ച് പ്രൊഫഷണലായിട്ട് ഫോട്ടോസ് എടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന സാമ്പിൾസ് ചിലപ്പോൾ എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ അത്യാവശ്യം മികച്ച രീതിയിൽ ആ ഒരു പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരു ഇത്തിരി ഐഡിയയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് ഈ ഒരു ഓറ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് സൂപ്പർബാണ്. പോർട്രേറ്റ് ഫോട്ടോസ് നല്ല ഗംഭീരമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മാക്രോ ഫോട്ടോ, ഡെഡിക്കേറ്റഡ് മാക്രോ ഓപ്ഷൻ ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള മാക്രോ ഫോട്ടോസ് നമുക്കിതിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും കിഡിലനായിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിവേ, അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നൽകുന്നുണ്ട്. മിക്ക ഫോട്ടോസിലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കളേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫോട്ടോസിൽ അൾട്രാ വൈഡിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ, സെൽഫി ക്യാമറയെക്കുറിച്ച് പറയാനാണെങ്കിൽ 50 മെഗാ പിക്സലിൽ തന്നെയാണ് സെൽഫി ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർബായിട്ടുള്ള ഫോട്ടോസാണ്. എസ്പെഷ്യലി ഡേലൈറ്റിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് നൽകുന്നത്. അതിൽ തന്നെ പോർട്രേറ്റ് ഒരു രക്ഷയില്ല, നല്ല കിഡിലൻ ഫോട്ടോസാണ് പോർട്രേറ്റിൽ നൽകുന്നത്. നല്ല രീതിയിലുള്ള ഡെപ്ത് ആ ഒരു ഫീല് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തമ്മിൽ ആ ഒരു ബൊക്കെ എഫക്റ്റ് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബൊക്കയിൽ ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ സിനിമാറ്റിക് പോർട്രേറ്റ് എന്ന് പറയുന്നത്, അതായത് 21:9 റേഷ്യോയിൽ അല്പം വൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസൊക്കെ നല്ല സൂപ്പർവായിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള
സെൽഫി ഫോട്ടോസിൽ നൈറ്റിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ തുടക്കത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫി വൈസ് നല്ല കിഡിലൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. EASും OSും സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി നമുക്ക് 4K വീഡിയോയിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. 4K ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് ഫുൾ HDയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി വീഡിയോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB 1799 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 42,000 പ്ലസും 12GB + 512GB ആണെങ്കിൽ 1999 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 46,000 പ്ലസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്ന് നിങ്ങൾ ഒഫീഷ്യലായിട്ട് വാങ്ങുകയാണെങ്കിൽ, അതായത് സെൽടെക്കിൻ്റെ വാറണ്ടിയുള്ള സ്മാർട്ട് ഫോണാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കിതിന് GCC+ ഇന്ത്യ വാറണ്ടി ലഭിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്ന് വാങ്ങുകയും നിങ്ങൾ UAE, ബഹ്റൈൻ, കുവൈത്ത്, സൗദി, ഒമാൻ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു GCC രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തെങ്കിലും കേടുപാടുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രാജ്യത്ത് നിന്നൊക്കെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല 4 വർഷത്തെ ബാറ്ററിക്ക് നിങ്ങൾക്ക് ഇതിന് വാറണ്ടി ലഭിക്കും. അതായത് 4 വർഷത്തിനുള്ളിൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കൂടി ചെയ്യുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ക്യാമറ തന്നെയാണ്. നല്ല കിഡിലൻ ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാറ്ററി ലൈഫും സൂപ്പർബായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ പെർഫോമൻസ് വൈസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറയത്തക്ക രീതിയിലുള്ള സാധനം ഇല്ലെങ്കിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു പ്രോസസ്സറിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിലും നന്നായെന്നുള്ളൊരു ഫീൽ ഉണ്ട്. എനിവേ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാൻ തന്നെ. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.